സഹോദരി കലാസ്നേഹികളെ 2010 കാലഘട്ടത്തിൽ തിരക്കഥ പൂർത്തിയാക്കി 2024 ശ്രീമാൻ വിനീത് കുമാർ അവറുകൾ സംവിധാനം ചെയ്ത് ജനപ്രിയൻ കുറ്റവിമുക്ത സ്റ്റാർ ജനപ്രിയൻ ദിലീപ് അഭിനയിച്ച തിയേറ്ററിന്റെ പരിസരത്തും അകത്തും പുറത്തും സൈഡിലുമൊക്കെ വൻ വിജയമായി മാറിയ നല്ല അടിപൊളി സീരിയല് വൻ വിജയം നേടിയെന്നല്ല എല്ലാരും പറയണം. അങ്ങനത്തെ പടമാണ് പവി കെയർടേക്കർ. തീർച്ചയായും ഈ സിനിമ ഒരു പരിധിവരെ നല്ല എൻജോയബിളും നല്ല പാട്ടുകളുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചില സീനുകൾ അങ്ങോട്ട് കാണും. ഈ പടം തിയേറ്ററിൽ പോയി കണ്ട എന്റെ അവസ്ഥ അത് ഇങ്ങനെയായിരുന്നു. Alright guys, so just for a horror ഈ പടത്തിലെ കുറച്ച് ഹാസ്യങ്ങളെയാണ് നമ്മൾ ഇന്ന് വറക്കാൻ എടുത്തിരിക്കുന്നത്. ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ ഇറങ്ങിയ പുത്തൻ തലമുറയിലെ പുതിയ പിള്ളേർ എഴുതിയ ഭബ്ബബ വരെയുള്ള എല്ലാ സിനിമകളിലും അപ്രിയന്റേതായ ചാപ്പകുത്തലുകൾ സീനുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ദിലീപ് സിനിമകളെ നമ്മൾ ഉരച്ചു നോക്കേണ്ട ആവശ്യമില്ല. അതിനെല്ലാം ഈ ഇടയായിട്ട് ക്ലോസറ്റ് നാറ്റമാണ്. ബട്ട് എക്സെപ്ഷൻ ഈ പടം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയെ തന്നെയാണ് ഞാനും പറയുന്നത്. എന്നിരുന്നാലും ചിലതൊന്നും വയ്യ. ഔട്ട്ഡേറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. സിനിമകളുടെ ഹാസ്യത്തിന്റെ നിലവാരം ഏതെന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നാരദൻ നാരങ്ങ മുട്ടായി വാങ്ങാൻ പോരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചായക്കട നർമ്മങ്ങളാണ് കൂടുതലായും ഈ സിനിമകളിലൊക്കെ കണ്ടുവരുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിന് ബിനു കടിമലയോടുകൂടി ശുദ്ധഹാസ്യം മരിച്ചു എന്ന് കരുതിയിരുന്ന ഞാൻ ഈ പടത്തിലെ കോമഡികൾ കണ്ടപ്പോഴാണ് അംഗവൈകല്യം സംഭവിച്ച ദുഹാസ്യത്തിന് വീണ്ടും ഒരു ഉയർത്തെണീപ്പ് പേട്ടൻ കൊടുത്തതായി ബോധ്യപ്പെട്ടത്. ഇതെല്ലാം ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ സർക്കാർ മാറിയപ്പോ അവസാനിച്ചു. പേട്ടൻ ഇപ്പോഴും ആ KSRTCയിൽ ഇരുന്ന് യാത്ര ചെയ്യുകയാണ്. ആ വണ്ടി ഇപ്പോഴും 2014 തന്നെ നിൽക്കുകയാണ്. വരും, അദ്ദേഹം തിരിച്ചു വരും. അല്ലെങ്കിൽ ആരെങ്കിലും അതുപോലെ ഒരു പൾസർ 180 കൊണ്ടുകൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് കയറ്റി വിടും ഇങ്ങോട്ട്. നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും പ്രേക്ഷകർക്കും ഒക്കെ മനസ്സിലായി അണ്ണം ഫീൽഡ് ഔട്ട് ആയെന്ന്. മനസ്സിലാകാത്ത ഏക വ്യക്തി ഇങ്ങനെ മാത്രമാണ്. ഇപ്പോഴും കമ്പാക്ക് BGM ഒക്കെ ഇട്ട് എന്നെങ്കിലും റീസെറ്റ് ആക്കാന്ന് വിചാരിച്ച് നടക്കുകയാണ്. പരിശ്രമിക്കൂ. പരിശ്രമത്തിന്റെ ഒടുവിൽ വിജയം സുനിശ്ചിതമാണ്. എന്തായാലും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കട്ടെ. ഇനി നമ്മൾ കഥയിലേക്ക് വന്നാൽ എന്താണ് ഈ കഥയിലെ കഥ? ബോഡിഗാർഡ് സിനിമയിൽ ഒരു അല്പം ഛർദിലും തടവലും തയ്യലും ചേർത്ത് തൊന്നിക്കുട്ടി മാറ്റി എഴുതിയ ഒരു കഥയാണ് ഈ പവി കെയർടേക്കർ, അല്ലെങ്കിൽ മിസ്റ്റർ മരുമകൻ പ്രസവിച്ച പിള്ളേൽ വീടിന്റെ കുട്ടിയാണ് ഈ ബോഡിഗാർഡായി ജോലി ചെയ്യുന്ന പവി കെയർടേക്കർ എന്നും പറയാം. സത്യത്തിൽ പേട്ടനെ മറന്ന നാട്ടുകാർക്ക് മുന്നിൽ തന്റെ പഴയ കലാകുളം തോണ്ടലുകളുടെ വാസന എല്ലാം കൂടി ഒരു അച്ചിലിട്ട് ഒരുമിച്ച് വറുത്തെടുത്ത് അതെല്ലാം കൂടി ഒരു കലത്തിലടച്ച് അത് തിയേറ്ററിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് കയ്യടി നേടിയല്ലോ. അതാണ് പേട്ടൻ. ജോക്സ് അപ്പാട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ദിലീപ് ഏട്ടൻ ഒരു സകലകലാ വല്ലഭനാണ്. മലയാളത്തിലെ എക്കാലത്തെയും എണ്ണം പറഞ്ഞ നടന്മാരിൽ ഒരാൾ. അദ്ദേഹത്തിന്റെ വേഴ്സറ്റാലിറ്റി പറ്റിയും അഭിനയ മികവിനെ പറ്റിയും എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ എന്തു പറയാൻ, എല്ലാവർക്കും ജീവിതത്തിൽ ഓരോ ശനിയും ശുക്രനും ഒക്കെ ഉണ്ടല്ലോ. ഏതോ ശനി പിടിച്ച സമയത്ത് പെട്ടുപോയ ഏട്ടൻ ഇപ്പോഴും ആ ശനിയുടെ അപഹാരത്തിൽ തന്നെയാണ് ഉള്ളത്. ചില സമയത്ത് ശനിയുടെ ഉപദ്രവം കൂടുമ്പോ മുഖം വരെ ഇങ്ങനെ ആയിപ്പോകും. സാധാരണ സിനിമകളിൽ നിരന്തരം അച്ഛനും അപ്പൂപ്പനും ആയൊക്കെ അഭിനയിക്കുന്ന ജോണി അന്തോണി സാറും പാവം ഇതിനകത്തുണ്ട്. അല്ലെങ്കിലും കൂടവേറെ കണ്ട ഒരു കോമഡി അടിച്ചില്ലെങ്കിൽ അവിടെ കഴിവുള്ള കലാകാരന്മാർക്കാണ് പ്രശ്നം. വീർത്ത കുംഭം മാവേലിയുടെ വരെ ഐഡന്റിറ്റിയാണ്. കാലങ്ങളായി നമ്മൾ ഉണ്ടാക്കി വെച്ച കൂടവേർ കോമഡി ഇവിടെയുമുണ്ട്. ഈ സിനിമയിലെ വയറിനെ പറ്റിയുള്ള ഒരു വ്യത്യസ്ത കോമഡി നമുക്ക് കണ്ടു നോക്കാം. ഈ വയറ് കാണാനോ? ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? വയറ് കാണാൻ വേണ്ടി വീട്ടിൽ കയറി വരാന്ന് പറഞ്ഞു. പിന്നെ ഒരു ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇട്ട് കൊടുത്താ പോരെ? എടാ, ഇതൊക്കെ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് ആരും വരരുത്. പിന്നെ നായിക എന്ന് പറയുമ്പോൾ ഒരു ക്ലിനിക് പ്ലസ് നായിക ഉറപ്പായിട്ട് വേണമല്ലോ. ബട്ട് ഇതിലെ പ്രത്യേകത നായികനെ നായകൻ കാണുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും ബോഡി ഗാർഡിലും അങ്ങനെയല്ലേ? ബോഡി ഗാർഡിലെ ആ അജ്ഞാത സുന്ദരി ആരാണെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാലോ, നായകനല്ലേ അറിഞ്ഞോളതുള്ളൂ. ഇതിലിപ്പോ ആരാണെന്ന് നമുക്കും അറിഞ്ഞൂടാ. യൂസ് ചെയ്ത ഡിഫറൻസ് അതാണ്. അതാ പെട്ടെന്നൊരു ട്രാജഡി. പേരെന്താ? പവിത്ര. ഞാൻ ട്രാജഡി എന്നാണ് പറഞ്ഞല്ലേ, ഐ മീൻ കോമഡി എന്നായിരുന്നു കേട്ടോ. ഐ എം സോറി. നമ്മളൊക്കെ വയസ്സായെങ്കിലും ചേട്ടന് വയസ്സാവാതിരിക്കാനാണ് ആഗ്രഹം. പേട്ടന് മാത്രമല്ല, പേട്ടന്റെ കോമഡിക്കും വയസ്സായിട്ടില്ല. ഇനി നായകനായ പവി കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിലെ കെയർ ടേക്കർ ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി സ്ത്രീകളോട് നന്ദി മര്യാദയുള്ള മനുഷ്യനായതുകൊണ്ട് സ്ത്രീ ജനങ്ങളോട് അദ്ദേഹം വളരെ ബഹുമാനമായി മാത്രമേ പെരുമാറാറുള്ളൂ. സ്ത്രീ അമ്മയാണ്, ദേവിയാണ്, പെങ്ങളാണ്, ഭാര്യയാണ്, ചില സമയങ്ങളിൽ ഭദ്രകാളിയുമാണ്. നോക്കൂ, ഈ സിനിമയിലെ കഥാപാത്രം സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് ഞാനൊരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. അങ്ങനെ ഇപ്പൊ ഇവിടെ ഇറങ്ങണ്ട. പുറത്തുനിന്നുള്ള ഡോർ ടു ഡോർ പോലുള്ള ഒരു പരിപാടി ഞാൻ ഇവിടെ അനുവദിക്കുന്നതല്ല.
ഇതൊക്കെ കെട്ടിപ്പറക്കി ഞാൻ ഇവിടെ കൊണ്ട് കൊടുക്കണോ? ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാണ്. ഐ ഡോണ്ട് കെയർ. എന്നാ ഞാനൊരു പ്രപഞ്ച സത്യം പറയട്ടെ. ഇത് മാത്രമല്ല, ദേ ഇദ്ദേഹത്തിന്റെ തന്നെ എക്കാലത്തെയും മികച്ച സ്ലാപ്സ്റ്റിക് കോമഡികളിൽ ഒന്നായ തീരെ ആവർത്തന വിരസത ഇല്ലാത്തോണ്ട് എനിക്ക് ആ കോമഡി നന്നേ ഇഷ്ടപ്പെട്ടു. അത് ശരി, ഇനിയിപ്പം നമ്മൾ എന്ത് പറയാൻ, നമ്മളില്ലേ. പിന്നെ ഇതിലെ കഥാപാത്രമായ പവി തനി വസന്ത സ്വഭാവം കാണിക്കാൻ നല്ല മിടുക്കനാണ്. Yes. No. You scoundrel. This is not the place. നിന്റെ കളിക്ക് പറ്റിയ സ്ഥലമല്ല. USA okay, India no, you get. നിങ്ങൾ എന്ത് വെറുപ്പിക്കല. അതൊക്കെ ശരിയാണ്, ഒരു പ്രായം കഴിഞ്ഞ എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ്. ഒരു കുട്ടി ജനിക്കുമ്പോഴേ അതിന്റെ ഉള്ളിൽ ഒരു വസന്തവും കൂടി ജനിക്കുന്നു എന്നാണ്. ആ വസന്തം കൂടെ വളർന്ന് 50കളിൽ പുറത്തു വരും. അതിനാൽ തന്നെ അതിന് മരുന്നില്ല, അത് ജാക്കിയിലുള്ളതാണ്, തൂത്താ പോകൂല. എന്തായാലും ഇതൊക്കെ കണ്ട് തിയേറ്ററിൽ അഭിപ്രായം പറയാത്ത പ്രധാനപ്പെട്ട ഫാമിലി ഓഡിയൻസ് എല്ലാം കൂട്ടച്ചിരിയായിരുന്നു. പക്ഷെങ്കിൽ ഇതൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ട എന്നെ പോലുള്ള ബബിൾഗോം തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഇത് ഇങ്ങനെ ഇരുന്നു. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി ഫണ്ണാക്കാൻ ഒരു മരപ്പട്ടിയുടെ സീനുണ്ട്. ഇവിടെ മെസ്സി ആ VFX വർക്ക് അത്യാവശ്യം നന്നായിരുന്നു. ആ മരപ്പട്ടിയെ കാണിച്ചതും അതിന്റെ സീനുകളൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ തോന്നും. നമ്മൾ നല്ലതിനെ നല്ലത് പറയണമല്ലോ, അതല്ലേ അതിന്റെ ഒരു ശരി. ഒരു നൂറ്റാണ്ടിന്റെ കോമഡി സീനൊക്കെ നമ്മൾ മറന്നു പോകാതിരിക്കാൻ പേട്ടനിടുന്ന എഫേർട്ട് വേദനാജനകമാണ്. ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, പവിട്ടേക്ക് കയർ. ഇതൊരു നല്ല ഫ്രഷ് ഫീലിംഗ് തരുന്ന സിനിമയാണ്. 1980കളിൽ ഇറക്കിയിരുന്നില്ല. ഞാൻ 2 ദിവസം മുന്നേ തിയേറ്ററിൽ പോയി ദിലീപ് ഏട്ടന്റെ തിരിച്ചുവരവ് കാണാൻ. ഇനി അടുത്ത വർഷം ഞാൻ വീണ്ടും പോകും, വീണ്ടും തിരിച്ചുവരവ് കാണാൻ. കഷ്ടം തന്നെ അങ്ങനെ കാര്യം. ഇങ്ങനെ ഇനി ഒരു സിനിമകളും ചെയ്തില്ലെങ്കിലും ഒരു നൂറ്റാണ്ട് മൊത്തം പൊട്ടിച്ചിരിക്കാനുള്ള വകുപ്പ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പറക്കും തിളകിയും തിളക്കവും മീശമാധവനും കല്യാണരാമനും ഒക്കെ മാത്രം മതി. ഇനി അങ്ങോട്ട് സിനിമകളൊന്നും ചെയ്തില്ലെങ്കിലും ദിലീപായിട്ട് തന്നെ ഇരുന്നേ. ഞാൻ പറയണ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ വരം തീരെ മുന്നേ മരം കയറണമെന്നില്ലേ? അങ്ങനെയല്ല, സ്വരം നന്നായിരിക്കുമ്പം പുര കത്തിക്കണമെന്ന് അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ. അത് എന്നെ സാധനം അങ്ങനെ ചെയ്യണമായിരുന്നു. ഇതിപ്പോ മൊത്തത്തിൽ ആകെ അലമ്പായില്ലേ? അല്ല, അതെന്തായിരുന്നു പഴഞ്ചൊല്ല്? ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് കമന്റ് ചെയ്യണേ. ശരി, ബാക്ക് ടു ഫിലിം. ഇങ്ങനത്തെ അൽക്കുലത്ത് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കഥയുടെ ഗതിയിൽ ഒരു ശകുനം വരികയാണ്. പവി താമസിക്കുന്ന റൂമിന്റെ റെന്റ് കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ആ റൂം ഷെയർ ചെയ്യാൻ മറ്റൊരാളും കൂടെ ഏർപ്പാടാക്കുകയാണ്. അത് പവിക്ക് സഹിക്കാൻ പറ്റൂല. തന്റെ പൈറസിയിലേക്ക് മറ്റൊരാളോ, അത് പവിക്ക് തിങ്കിങ് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പവി ഒരു പരി ആവുകയാണ്. വെറും പരിയല്ല, പാപ്പാക്കി പരി. റൂംമേറ്റിന്റെ ബ്രഷ് എടുത്ത് ടോയ്ലറ്റ് മിനുക്കുന്നു. കുളിക്കുന്ന സോപ്പ് എടുത്ത് തൊട്ടപ്പുറത്തെ റൂമിലെ അണ്ണന്റെ ഷഡ്ജം കഴുകുന്നു. പോസ്റ്റ് മാരറ്റൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന പട്ടിയെ കൊണ്ട് പരിപാടി കാണിപ്പിക്കുക. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഉഗ്രൻ കോമഡി കാണിച്ചു തരട്ടെ. എന്റെ മുറിയിൽ ഒരു കാരണവശാലും കീഴ്ശ്വാസം വിടരുത്. ഒരു ശരാശരി മനുഷ്യൻ സാധാരണയായി അവന്റെ ജീവിതത്തിൽ 10,000 മുതൽ 20,000 കീഴ്ശ്വാസം വിഴുങ്ങുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ വിഴുങ്ങാതെ പുറത്തു പോകുന്ന കീഴ്ശ്വാസം എന്നാണോ, നാറ്റം, അപ്പൊ അത്രയും നാറ്റം പുറത്തു പോകുമ്പോൾ അതൊക്കെ കോമഡിയായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് കാളിദാസൻ വരെ കവിത എഴുതിക്കൊണ്ടിരുന്നത്. ഇന്നിത് ഏത് നൂറ്റാണ്ട്? അപ്പോഴാണ്ട്ര ഈ കോമഡി ഇപ്പോഴും. ശരി, അങ്ങനെ ഒടുവിൽ റൂംമേറ്റ് ഒരു സ്ത്രീയാണെന്ന് അറിയുകയാണ് നമ്മുടെ പവി. അതെന്താ പവി ഇത്രയും നാളോട് ആ പെണ്ണിനെ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ ഷീസ് ഇൻവിസിബിൾ ഗൈസ്. അങ്ങനെ കൂടെ താമസിക്കുന്നത് ഒരു സുന്ദരിയായ സ്ത്രീയാണെന്ന് അറിഞ്ഞ പവിയേട്ടനെ ബയോളജി ചതിക്കുകയാണ്. തന്റെ തനിക്കുണം പുറത്തെടുക്കുകയാണ്. അഗാധമായ കുറ്റകൃത്യത്തിൽ മനംതോന്തു പേട്ടൻ അരിയും ചൊറിയും ഒക്കെ വാങ്ങിച്ച് സ്വന്തമായി പാചകം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് പെണ്ണിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കുക. കത്തെഴുതി തന്റെ ആത്മൂത്ര പ്രണയം ധാരധാരയെ അറിയിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് പുട്ടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ അവൾ വളഞ്ഞാല്. ഇതിലെ പല കാര്യങ്ങളും കാണുമ്പോൾ തോന്നുന്നു 2005 അങ്ങോട്ട് എഴുതി പൂർത്തിയാക്കിയ സ്ക്രിപ്റ്റ് ആണ്. അത് എടുത്തു വെച്ച് 2024 ചെയ്തതേ ഉള്ളൂ. പാവം, ഭൂമി കറങ്ങിയത് അറിഞ്ഞില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറെ കാലമായിട്ട് തല ഇറങ്ങിയിരിക്കുകയാണ്. സ്വാഭാവികം. നൗ ബാക്ക് ടു ഫിലിം. ഇനി അങ്ങോട്ട് ആരാണെന്ന് അറിയാത്ത, ആരും കാണാത്ത തന്റെ മനസ്സിൽ കുടിയിരിക്കുന്ന ആ അജ്ഞാതയായ പെൺകുട്ടിയെ അവളെ കുറിച്ച് സ്വപ്നം കാണുകയാണ്. ശരിക്കും ഇതിലെ പാട്ടുകളൊക്കെ നല്ലതാണ് കേട്ടോ, അത് ഞാൻ പറയും. എന്നാ നമുക്കൊരു പാട്ട് കേട്ടാൽ. എന്റെ മനസ്സിൽ ഇഷ്ടം തോന്നിയ ഇതെല്ലാം ഒറിജിനൽ പാട്ടിട്. ശേഷം ഇനി ആരാണ് ആ പെണ്ണെന്ന് അറിയാൻ വേണ്ടി ചേട്ടൻ ഒരുപാട് അതിബുദ്ധി കാണിക്കും. അല്ലെങ്കിലും അതിബുദ്ധി അപകടമേ ചെയ്യൂ. പെണ്ണിനെ കണ്ടെത്താൻ വേണ്ടി പേട്ടൻ ഗേറ്റ് കയറി. അയ്യേ, ഇതെന്താണ് ഈ പേട്ടൻ കാണിക്കുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട് ചിലർക്ക് ഈ വസ്തു
വസ്തുക്കളോടൊക്കെ ഒരു പ്രത്യേകതരം താല്പര്യം തോന്നുന്ന ഫെറ്റിഷ് സ്വഭാവം ഉണ്ടെന്ന്. ഇതല്ല, ഇത് പ്യുവർ കോമഡി മാത്രമാണ് ഉദ്ദേശിച്ചേക്കണം. പിന്നെ ഡ്രോൺ വെച്ച് റൂം സ്കാൻ ചെയ്തൊക്കെ നോക്കും, അതും പാളും. ഒടുവിൽ പെണ്ണിനെ കണ്ടെത്താൻ കഴിയാതെ ഫ്രസ്ട്രേഷൻ അടിച്ച് ഇനിയിപ്പോ അയില് സുരേഷ് ഗോപി ആയാലേ പറ്റൂന്ന് പറഞ്ഞ് അതങ്ങ് ചെയ്യും. എന്താ ഒരു സുഖം! ഒരു വിട്ട കോമഡി, ഒരു ബ്ര കണ്ട കോമഡി. ഇത്തരം നിലവാര കോമഡികൾ പകൽ മാന്യന്മാർക്കും പകൽ മാന്യകൾക്കും മാത്രമേ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇതിനൊക്കെ ഇപ്പൊ എങ്ങനെയുടെ ചിരി വരണം? സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയൊന്നും വന്നില്ല. ഞാൻ അത് കണ്ടപ്പോ ഇങ്ങനെ ഇത് എന്ത് അപരാധമാണെന്നാണ് നോക്കിയത്. ഏതാണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏട്ടൻ നിർത്തിയെന്ന് തോന്നുന്നു. അബബയിൽ ഞാൻ ഇങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ. അല്ല, നിർത്തിയില്ലെങ്കിൽ ഇനി തിരിച്ചൊരവ് പോയിട്ട് മടക്കയാത്ര പോലും ഉണ്ടാവും. ശേഷം തന്റെ കാമുകി ആരാണെന്ന് അറിയാനായി ആ പഞ്ചായത്തിലുള്ള എല്ലാ സ്ത്രീകളോടും പവി ഒരു ശ്രമം നടത്തും. ഒടുക്കത്തെ ഈ പെണ്ണാണ് ആ റൂംമേറ്റ് എന്നും പറഞ്ഞ് അണ്ണ അവൾക്ക് തന്റെ കുണ്ടി കാട്ടിക്കൊടുത്ത് വളയ്ക്കാൻ നോക്കും. ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണ? രാത്രി പാനിപൂരി കക്കൂസിലായി. അല്ല, തീ തുപ്പുന്ന പ്രശ്നം തറയിൽ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരു സ്ത്രീയും പവിയും തമ്മിൽ ഏതാണ്ട് 1.25 ഇഞ്ച് ബഹുമാനമാണ് ഉള്ളത്. ഒരടി മാറിയേയിരിക്കും. പിന്നെ ഈ പടത്തിൽ ബക്കറ്റ് മേടിച്ച കപ്പ് ഫ്രീ എന്ന് പറയുമ്പോൾ ദിലീപേട്ടന്റെ മകനായ പേട്ടന്റെ സഹായം കൊണ്ട് ഇതിൽ ധർമ്മജൻ പന്ത് കട്ടിയുമുണ്ട്. ശേഷം ഇനി എന്തായാലും ആ കുട്ടിയെ കണ്ടെത്താൻ തന്റെ ഉശിര് പോരാന്ന് മനസ്സിലാക്കിയ പവി ഇനിയിപ്പോ വെച്ചാ കിട്ടാത്തത് പച്ചാളം പാസിക്കെന്നും പറഞ്ഞ് കൂട്ടത്തിൽ കാണാൻ കൊള്ളുന്ന ഒരു ക്ലിനിക് പ്ലസിനെ തന്റെ മനസ്സിലെ കുട്ടിയായി വരിച്ച് അവളോട് പോയി ചോദിക്കും, ഇയാളുടെ കല്യാണം കഴിഞ്ഞാണ്? ഇല്ല, നോക്കുന്നുണ്ട്. ഞാനും നോക്കണുണ്ട്. അങ്കിളിന്റെ മോന. നെക്സ്റ്റ് അഗ്ല ദിൻ തന്നെ അവള് പെട്ടിയും കിടക്കും എടുത്ത് സ്ഥലം വിടും. ഇതറിഞ്ഞ് പേട്ടൻ കരയും, വിങ്ങി വിങ്ങി കരയും. അങ്ങനെ ആകെ മൊത്തം കുണ്ടിതത്തിലായി നിൽക്കുന്ന പവിക്കൊരു കല്യാണക്കുറി ലഭിക്കുകയാണ്. അതായത് അത് ആ കുട്ടിയായിരുന്നു, പവിയുടെ ഇൻവിസിബിൾ ഗേളിന്റെ കല്യാണം. കത്ത് കിട്ടിയതും പേട്ടൻ ചന്ത് പോലും ഇത്രയും ചതി കാണിക്കില്ലെന്നും പറഞ്ഞ് നേരെ ആ കല്യാണം മുടക്കാൻ സ്കൂട്ടർ എടുത്ത് പോകുകയാണ്. ഇടാ പാവം പട്ടിയെടുത്ത് മടിയിൽ എങ്ങനെ വെച്ചോണ്ട് പോയാ പോരായിരുന്ന? പാവം അത് കിടന്ന് പിറകെ ഓടണം. എനിക്ക് അതൊക്കെ ഭയങ്കര സങ്കടമാണ്. എന്നിട്ട് പേട്ടൻ നേരെ ചെന്ന് കല്യാണ പെണ്ണിന്റെ അടുത്തൊരു ഡയലോഗ്, ഞാൻ എന്ത് തെറ്റാണോ തന്നോട് ചെയ്തേ? എനിക്ക് മനസ്സിലായില്ല. അവള് താനെന്ത് വാളപ്പൊളിയാണ് ഈ പറയണത്. ബുദ്ധിയില്ലാത്ത പവിക്ക് നാട്ടുകാരുടെ വക നല്ല വൃത്തികിട്ട അടിയും ചവിട്ടും കിട്ടും. 2 തൊഴി കിട്ടിയപ്പോ തല തണുത്ത പേട്ടന് പെട്ടെന്ന് മനസ്സിലാവും ഇത് അവളല്ല എന്ന്. പെട്ടുപോയ പേട്ടൻ നോക്കി നിൽക്കി പട്ടി പോയ പൊട്ടത്തിയെ കാണിച്ചു കൊടുക്കും. യെസ് ഗൈസ്, ഷീ ഈസ് ദ റിയൽ ഇൻവിസിബിൾ ഗേൾ. എടി മൂതിയവൻ, നീ ആ പാവപ്പെട്ടവന് ഇത്രയും തല്ലു മേടിച്ച് കൊടുത്തിട്ട് ഒരുത്തിയുടെ കല്യാണവും ഹാഫ് മുടക്കി വെച്ചിട്ട് അവസാനം ക്ലൈമാക്സിൽ കയറി വന്നേക്കുവാണ് മുല്ലപ്പൂവും വെച്ച്. പിന്നെ അങ്ങനെ ഒടുവില് തന്റെ ഭാര്യയാവുമ്പോൾ അവളെ വളച്ചോണ്ട് പോകാൻ ശ്രമിച്ച ഈ സിനിമയിലെ ഡയറക്ടർ കൂടിയായ ഗസ്റ്റ് അപ്പിയറൻസ് വന്ന കല്യാണ ചെറുക്കൻ വിശാല മനസ്സ് കാണിച്ച് ക്ഷമിച്ചിരിക്കുന്നു. ഈ കല്യാണമെല്ലാം കൊല്ലം ഭാഗത്താറ് നടന്നിരുന്നെങ്കിലേ പവിയുടെ പല്ലും എല്ലും പായസത്തിൽ കിടന്നേനെ. പപ്പടം കിട്ടാഞ്ഞിട്ട് കല്യാണം മുടക്കണ രാജ്യമാണിത്. അങ്ങനെ ഒടുക്കം ഈ പടം ഖത്തം. ഇനി എനിക്ക് നിങ്ങൾ ഏട്ടൻ ഫാൻസിനോട് ഒന്നേ പറയാനുള്ളൂ, ഒന്ന് ഇമോഷണലായിട്ട് കാണരുത്, എല്ലാം എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം. ദിലീപ് എന്ന നടനെ ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാക്കട്ടെ, അദ്ദേഹത്തിന് നല്ല സിനിമകൾ ഇനിയും ഇറങ്ങട്ടെ. ദിലീപ് എസ് എൻ ആക്ടർ, അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കട്ടെ. അപ്പോ ശരി ഗൈസ്, നമുക്ക് അടുത്തൊരു നല്ല റോസ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മൾ ഇനിയും കാണും. Thanks. Love you.